മൺസൂൺ യാത്ര രണ്ടാമത്തെ ട്രിപ്പാണ് ഇന്ന്. കണ്ണൂരിൽ കറങ്ങാൻ പറ്റിയ രണ്ടാമത്തെ സ്ഥലം. രണ്ടാമത്തെ വെച്ച് ഏത് ഓർഡറിലാണെങ്കിലും പോവാം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ രണ്ടാമത്തെ യാത്രയാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എവിടെയാണെന്ന്. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. കാപ്പിമല വാട്ടർഫോളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മളിതെല്ലാം റെഡിയാക്കി, അഥവാ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാറിൽ. കാപ്പിമലയിലേക്ക് പോവാണ്. അപ്പൊ നല്ലൊരു വ്യൂ കേട്ടാ, കാണിച്ചു തരാം. പുറകിൽ മൊത്തം നോക്കിയാ നമ്മുടെ നാട് കാണുന്നുണ്ട് മൊത്തമായിട്ട്. അപ്പൊ അതിനേക്കാളും നല്ലൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടപ്പം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ക്രോസ് ചെയ്തപ്പം പെട്ടെന്ന് തന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. വേഗം വണ്ടി വന്ന് അടിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നും പറ്റിയിട്ട. അതുകൊണ്ട് ഞാനവിടെ എത്തി. അപ്പോൾ അത് നമ്മൾ വാട്ടർഫാളിലേക്ക് കയറിയിട്ടുണ്ട് കാപ്പിമലയിൽ. ഇവിടെ വെച്ചാൽ മേലോട്ട് കയറാൻ കുറച്ചൊരു ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഷോർട്സിൽ നോക്കിയാൽ മതി. തിരിച്ചു വരുമ്പോൾ അതേ വഴി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ആളുണ്ടായിരുന്നു. ഇത് വെള്ളത്തിൻ്റെ ആവിയാണ് ഈ ഡ്രസ്സെല്ലാം നനക്കുന്നത് കേട്ടോ. ഇങ്ങനെ കല്ലിലൊക്കെ തട്ടിത്തെറിപ്പിച്ച് വരുന്നത്. മഴയല്ല, എന്തോ ഭാഗത്തിന് മഴ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ട്രെക്കിംഗ് എല്ലാം ചളി പുരുണ്ട് പോയേനെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മാളുവിന് പിന്നെ വെള്ളത്തിൽ എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര റേസാണ്. അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ഞങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഇറങ്ങുന്നില്ല. വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്കും അതുപോലെ ഇറങ്ങാണ്ടിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. നമ്മൾ പിന്നെ വെള്ളത്തിൽ പോയത് വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം എല്ലാ രീതിയിലും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനും. കാരണം കാലൊക്കെ തെറ്റിപ്പോയാൽ അങ്ങ് പോവുകയും ചെയ്യും. കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, എന്നാൽ പോലും നല്ല ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മളെല്ലാം നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ മേലേക്ക് ഇരുന്നിട്ട് കുളിക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലക്കോടാണ് കേട്ടോ. ആലക്കോട് കാപ്പിമല വാട്ടർഫാളാണ്. അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. നമ്മളും അങ്ങനെ നോക്കി പോയത് തന്നെയാണ്. വെള്ളം നല്ല ശക്തിയായിട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് മാള് വലിയ ആളായിട്ട് ഇറങ്ങിയതായാലും തണുത്ത് വിറക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എത്ര തണുത്ത് വിറച്ചാലും വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കില്ല, കയറി വരുവില്ല. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഇത്തിരി സ്പീഡ് ഞാൻ കൂട്ടിയിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇത്ര സ്പീഡിൽ വീഴുന്നില്ല, കാരണം ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഒരു 2 സെക്കൻഡ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനും സെൽഫി ആയിട്ട് എടുത്തതാണ് ഈ വീഡിയോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ക്ഷമയും കെട്ടിയിട്ട് ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവരിത് ഹായ് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അടുത്ത് പോയതുകൊണ്ട് അതിൻ്റെ ആവി വന്ന് തട്ടിയിട്ട് ഞാൻ മൊത്തം മരുന്ന് നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ നനഞ്ഞ സ്ഥിതിക്ക് ഞാനും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് കയറി. പിന്നെ ആ വീഡിയോ ഇല്ല, ക്യാമറ എൻ്റെ കൂടെ ആയതുകൊണ്ട് പിന്നെ ക്യാമറ കൂടെ ചാടുമ്പോൾ ചാടിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഷോർട്സിലൊക്കെ കുഞ്ഞു ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കുളിയും കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. നല്ലോണം തണുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റണം. പിന്നെ നല്ല ചൂട് ചായയും കുടിക്കണം, എന്നാലേ നമ്മുടെ ശരീരം ചൂടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രെക്കിങ് കയറിയിട്ട് വേണം പോകാമെന്ന്. അപ്പോൾ ഇത് ഇറങ്ങി വരുന്ന വഴിയാണ്. മേലോട്ട് കയറുമ്പം ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് നല്ല അടിപൊളി വാഴത്തോപ്പും നല്ല കുന്നിലുള്ള കുറേ മരങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങാം. പക്ഷെ നമ്മൾ വഴിയിലെത്തുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടയും പിടിച്ചിട്ട് നമ്മൾ വന്നു. അതുപോലെ തന്നെ 2 കുഞ്ഞു തോടുകൾ അല്ലെങ്കിൽ കുഞ്ഞു വെള്ളച്ചാട്ടം എന്നും പറയാം കേട്ടോ. ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കാപ്പിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും ആൾക്കാർ ഇരുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അത് വെച്ചാൽ അധികം ഡേഞ്ചറൊന്നുമല്ല. അപ്പോൾ അധികം കുട്ടികളൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതിലൂടെ നമുക്ക് 2 മരത്തിൻ്റെ പാലങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു പോകേണ്ട വഴിയിലെത്തും. അങ്ങോട്ട് പോകുന്നതാണെങ്കിലും സെയിം കേട്ടോ. കാപ്പിമലയിൽ എത്തേണ്ട വഴി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ വീണ്ടും പറയുവാണ്.
ഈ കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ടപ്പോഴേ അതിൻ്റെ ആവേശത്തിന് മാളും അങ്ങ് ഓടിപ്പോയതാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല തെന്നലുണ്ടായതുകൊണ്ട് ഒന്ന് തെന്നിയടിച്ച് വീണു. അതാണ് കേട്ടോ ആൾക്കൂട്ടം. അപ്പം ദിനുവേട്ടൻ കൂടെ ഓടുമ്പോഴത്തേക്ക് ആൾ വീഴലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒന്നും പറ്റിയില്ല കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയാം. അപ്പം തന്നെ പൊക്കിയെടുത്ത് എല്ലാം ശരിയായി. നമ്മളിതാ അവിടെ വന്നു, ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്നും ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല, ഒരു ചൂട് ചായയും ഒരു പഴംപൊരിയും കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ചൂടായി. ഇനി ഇവിടുന്ന് നമ്മൾ കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഈ കോരി ചൊരിയുന്ന മഴയത്ത് മഴ എൻജോയ് ചെയ്ത് പ്രകൃതി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മൺസൂൺ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്നും നോക്കണ്ട, എൻ്റെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇനിയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാൻ പാടില്ല. അപ്പോൾ പുതിയ വീഡിയോ വിശേഷങ്ങളുമായിട്ട് വരുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.